ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോയാലോ? അപ്പോൾ ഇത് ലണ്ടനിൽ സൗത്ത് കെനിങ്സ്റ്റണിലാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉള്ളത്. അപ്പോൾ നമുക്കിത് എൻട്രി ഫീസ് ഫ്രീ ആണ്. ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂ ഒന്നുമില്ല, അത് ഡയറക്റ്റായിട്ട് കയറാം. ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ കുറച്ച് നേരം നിന്നിട്ട് രാവിലെ വരാണെങ്കിൽ അധികം ക്യൂ ഉണ്ടാവില്ല. അതിൽ നിന്ന് ഇപ്പം നമ്മളകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ അവിടെ കാണുന്ന ഒരു റെഡ് കളർ ഇരിക്കുന്നത് എർത്ത്, ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു എർത്ത് എസ്കലേറ്ററാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. എസ്കലേറ്റർ കയറിയിട്ട് നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. ശരിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത്. ശരിക്കും നമ്മുടെ ഭൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന പോലെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ തോന്നുക. അതിൻ്റെ ചുറ്റുപാടും കുറേ ഗാലക്സീസിൻ്റെ ഇതും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ കൂടുതലായിട്ടുള്ളത് എർത്ത് മിനറൽസ്, നമ്മുടെ വേൾഡിലുള്ള എർത്തിലുള്ള മിനറൽസ്, സ്റ്റോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്പെസിഫിക്കലി അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ സീഡ് അടിയിൽ ഉള്ള കാര്യങ്ങൾ, ട്യൂബ് വേംസ്, അങ്ങനത്തെ പല പല കുറേ മിനറൽസും കുറേ സ്റ്റോൺസും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ സോഷ്യലിലൊക്കെ പണ്ട് പഠിച്ച കുറേ സാൻഡ് സ്റ്റോൺ, ക്വാർട്സ്, അങ്ങനെ കുറേ മിനറൽസും ഒറിജിനൽ സ്റ്റോൺസൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം ഇത് കാര്യങ്ങൾ കുറേ ഭൂമി എങ്ങനെ ഉണ്ടായത്, അതിൻ്റെ ലാവ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ സോഷ്യലിൽ പഠിച്ച പല കാര്യങ്ങളും അവിടെയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു എർത്ത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. ഇത് ആക്ച്വലി ജപ്പാനിലെ കോബ് എർത്ത് ക്വേക്ക് 1995 നടന്നൊരു എർത്ത് ക്വേക്കിനെ ബേസ് ചെയ്തിട്ട് അവർ ഒറിജിനലായിട്ട് ജപ്പാനിൽ നടന്നൊരു എർത്ത് ക്വേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണുള്ളൊരു ഇതാണ്. ഒരു ഷോപ്പ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ആ സ്ക്രീനിൽ നമുക്ക് കാണാം അവിടെ എങ്ങനെയാണ് അവിടെ അന്ന് ആ സമയത്ത് ജപ്പാനിൽ എന്താണോ നടന്നത് എന്നുള്ള വീഡിയോസ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഷോപ്പിൽ സാധാ ഒരു ദിവസം പോലെ നടത്തിരുന്ന സമയത്ത് ജസ്റ്റ് പെട്ടെന്നുണ്ടായ ആ ജെർക്കിങ്, അത് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്കും അത് ഫീൽ ചെയ്യണ പോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലം മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളും ശരിക്കും എന്താ ആ ഒരു ഇതിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു തോന്നണൊരു ഇതാണ്. അപ്പോൾ അത് ശരിക്കൊരു റിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഷെയ്ക്കായിപ്പോവും ശരിക്കും. അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതേപോലെ അവിടെ നടക്കുന്നതാണ്. സാധാ പോലത്തെ ഒരു ഡേയിൽ പെട്ടെന്നൊരു ഇത് വന്നിട്ട് ഇതാവണതാണ്. അതിൻ്റെ വിഷ്വൽസും ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കുറേ ഡിസാസ്റ്റേഴ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എർത്ത് എസ്കലേറ്ററാണ്. ഇതിപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിലേക്ക് നമുക്ക് പോവാനായിട്ട് പറ്റും. പിന്നെ കുറേ സോഷ്യൽ സയൻസ് അങ്ങനെ ബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വാട്ടർ, എയർ, സ്റ്റോൺസ്, മിനറൽസ്, അങ്ങനെ പല ഓരോ സെക്ഷനിലായിട്ടും ആണ് നമ്മളെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നത്. ഭൂമി എങ്ങനെ ഉണ്ടായി, അവിടെ നിന്ന് ഇപ്പം വരെയുള്ള മാറ്റങ്ങൾ, അങ്ങനെ വെതറിങ്, അങ്ങനെ പല പല ഓരോ സെക്ഷനിലും ഓരോ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ചില ആക്ടിവിറ്റീസ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എയർ, വിൻഡ്, അങ്ങനെയുള്ളതെല്ലാം ഫീൽ ചെയ്യാൻ പറ്റണ പോലത്തെ കുറേ എല്ലാവർക്കും എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കുഞ്ഞു കുട്ടികൾക്കും അതുപോലെ വലിയ ആൾക്കാർക്കെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കൂടുതൽ നമ്മൾ പഠിച്ച സ്കൂളിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ നമുക്ക് റിയലായിട്ട് കാണാനായിട്ട് സാധിക്കും. കുറേ കാര്യങ്ങളുണ്ട്. സോൾട്ട്, മിനറൽസ്, കുറേ സ്റ്റോൺസ്, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ അതേപോലത്തെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ. ഇതെല്ലാം ഓരോ സ്റ്റോൺസാണ്, റോക്സിൻ്റെ ഇത്, അങ്ങനത്തെ കുറേ മിനറൽസ് ഉണ്ട്. ഇത് വെതറിങ്ങിൻ്റെ ഒരു ഇതാണ്. വെതറിങ് സ്റ്റോൺ കുറേ കാലശേഷം വെതറിങ് ചെയ്ത് സോയിലായിട്ട് മാറുന്നത് നമ്മൾ പഠിച്ച കാര്യം. അതൊരു ഡെമോൺസ്ട്രേഷൻ പോലെ കാണിച്ചിരിക്കുന്നതാണ്.
അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ സെക്ഷനിൽ കണ്ടത്. നമ്മൾ ഇവിടെ മ്യൂസിയത്തിന് ഇങ്ങനെ സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റെഡ് സോൺ, ബ്ലൂ സോൺ, ഗ്രീൻ സോൺ, അങ്ങനെ 4 സോൺ എന്തോ ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ റെഡ് സോൺ ഏരിയയിലാണ്. അവിടെ കൂടുതലും സോഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റോക്സ്, മിനറൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. ഇനി ഈ സെക്ഷനിൽ എങ്ങനെ സീ ലൈഫ്, ആ സീയുടെ ഉള്ളിലുള്ള ലൈഫുകൾ, കുറേ ജീവികളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനെല്ലാം ഇങ്ങനെ ഒറിജിനൽ സ്റ്റഫ് ചെയ്ത പോലത്തെ, സ്റ്റഫാണോ അതോ ഒറിജിനൽ ഫോസിൽസ് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ ഓരോ വേംസ്, അങ്ങനത്തെ പല പല ഡിഫറെൻറ്റ്, നമുക്ക് പേരറിയില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് അതിൻ്റെ എല്ലാം ഫോസിൽസാണ്, ബോൺസ് അതേപോലെ തന്നെ വെച്ചിരിക്കുന്നത്. ലാൻഡിൽ പണ്ട് ജീവിച്ചിരുന്നൊരു എന്താ പറയുക, ഒരു മൃഗമാണത്. അതിൻ്റെ ഫോസിൽസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോത്തിൻ്റെ പല പല ഫോസിൽസ്, സ്കള്, ഹാൻഡ്, അതിൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും അങ്ങനത്തെ ഓരോ ഭാഗങ്ങളും, അങ്ങനെ എല്ലാം പല പല ഫോസിൽസ്, ബോൺസ് എല്ലാം അതിൽ ഈ ഭാഗത്ത് ഉണ്ട്. എലിഫൻറ്റിൻ്റെയാണ് അതെല്ലാം. എലിഫൻറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാം ടീത്തും കൊമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ ജീവികളുടെ ഓരോ ഇതാണ് ഈ വെച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് എനിഗ്മാസ്കർ എന്ന് പറഞ്ഞൊരു ഡൈനോസറാണ്. പ്ലാന്റ് ഈറ്റിംഗ് ഡൈനോസറാണ് കേട്ടത്. ഇത് ലേറ്റ് ജുറാസിക് പീരീഡിലാണ് നോർത്ത് അമേരിക്കൻ ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന ജീവിച്ച ഒരു ഡൈനോസറാണ്. അത് ഫാസ്റ്റ് മൂവിങ് ആണത്. അതാണ് ഒരു ഡൈനോസർ നമ്മൾ കണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം പല ടൈപ്പിലുള്ള സ്റ്റോൺസ്, പല ടെക്സ്ചറിൽ, പല ഷേപ്പ്, പല കളറിലുള്ള സ്റ്റോൺസ് കാണാം. നമ്മൾ നോക്കുമ്പോൾ എല്ലാം സ്റ്റോണായിട്ട് തോന്നുമെങ്കിലും ഇത് പല ആക്ടിവിറ്റി മൂലം ഫോം ചെയ്തതാണ്. ചിലത് വോൾക്കാനിക് ആക്ടിവിറ്റി, ചിലത് പ്രഷർ മൂലം ഫോം ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറും ടെക്സ്ചറും എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഓരോ എന്താ പറയുക, ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കല്ലിനും ഓരോ സ്റ്റോറി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ഓരോ ഡിഫറെൻറ്റ് ഇത് കാണുക. പിന്നെ മിനറൽസിൻ്റെ ഇത്, നമ്മൾ അറ്റോമിക് സ്ട്രക്ചറും അങ്ങനെയൊക്കെ പഠിച്ച പോലത്തെ മോളിക്യൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അതിൻ്റെ എല്ലാം ടെക്സ്ചറും അതൊക്കെ ഒന്ന് ജിയോളജിക്കലിയും സയൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അതേപോലെ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണം കാണാം കേട്ടോ. പിന്നെ കല്ലുകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ കളേഴ്സിലുള്ള കല്ലുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതോരോ മിനറൽസാണ്, മഗ്നീഷ്യം, അങ്ങനെ പല മിനറൽസിന് പല കളറുകളാണ്. അങ്ങനത്തെ കളറിലാണ് ആ സ്റ്റോൺസ് ഇരിക്കുന്നത്. അത് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. സൾഫർ അതൊക്കെ നോക്കൂ, എന്ത് രസമാണ് നോക്കി, നല്ല രസമുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുറേ നമ്മുടെ ജംസ്, മറ്റ് സ്റ്റോൺസ് ആണ്, വജ്രം, അങ്ങനത്തെ സ്റ്റോൺസിലൊക്കെ റൂബി, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോൺസ് ആണ്. നല്ല തിളക്കമുണ്ട് അതിനെല്ലാത്തിനും, നല്ല ഭംഗിയാണ്. അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. എല്ലാം അങ്ങനെ തിളങ്ങിയിരിക്കുന്നത് എല്ലാം ഒറിജിനലാട്ടോ, എല്ലാം ഒറിജിനൽ സാധനങ്ങൾ. പിന്നെ പണ്ട് അവിടെയുള്ള ആൾക്കാർ യൂസ് ചെയ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ഫാമിലിയിൽ യൂസ് ചെയ്ത സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ തെയ്യം അവിടെ ഇരിക്കുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ. അതിൻ്റെ ആഭരണങ്ങളൊക്കെയാണ് ഇവിടെ തൂക്കിയിട്ടെന്ന് പറയുന്നത്. അതിൽ കുറേ ഉണ്ട്, കുറേ സാധനങ്ങളുടെ ഉണ്ട്, കുറേ സ്ഥലങ്ങളുടെ. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചില സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ് അവിടെ വെച്ചേക്കുന്നത്. അത് കൊള്ളാം. അതാണ് നമ്മുടെ തെയ്യമുണ്ട് അപ്പോൾ അവിടെ. ഇതേപോലെ ഇത് അടുത്ത ജെം സ്റ്റോൺസ് ആണ്, റൂബിയാണത്. റൂബി പല ഷേപ്സിലും
ഇതിലൊക്കെയാണുള്ളത്. പല കളറിലുള്ള സ്റ്റോൺസ് ആണ്. ഓരോ എന്താ പറയുക, ഓരോ സ്റ്റോൺസിനും ഡിഫറെൻറ്റ് ഇതാണ്, കളേഴ്സാണ്. ഇത് അക്വാ മറൈൻ എന്നുള്ളൊരു സ്റ്റോണാണ്. എന്ന് വെച്ചാൽ വലിയ എങ്ങനെയാണോ സ്റ്റോൺ ഭൂമിയിലുള്ളത് അതുപോലെ ഉണ്ട്. പിന്നെ അത് ഷെയ്പ്പ് ചെയ്ത സ്ട്രക്ചറും എങ്ങനെയാണോ അത് അങ്ങനെ. ഇത് ഇനി ഡയമണ്ട് സെക്ഷനാണ്. ഡയമണ്ട് സെക്ഷൻ നല്ല രസമാണ് കാണാനായിട്ട്. ഡയമണ്ട് അവിടെ കുറേ ഇതും എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് അത് എടുക്കുന്നത്, എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഓരോ സ്പെസിഫിക് അതിന് ഉള്ള സ്റ്റോൺസിന് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. നമുക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാവുന്നത് തിളങ്ങണത്, ജസ്റ്റ് ആ വെട്ടടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തിളങ്ങും. നല്ല രസമാണ് അത് കാണാനായിട്ട്. അവിടെ വലിയതിരിക്കുന്നത് ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കാൻ, കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഇതായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് കാണും. കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ ശരിക്കും ടെക്സ്ചറും ആ ഷേപ്പൊക്കെ കാണിക്കും. ഇത് ആണ് അതിൻ്റെ കട്ടിങ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് അത് കട്ട് ചെയ്യണമെന്നൊക്കെ വീഡിയോസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ സ്റ്റേജസ് ഓഫ് കട്ടിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പെർഫെക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നൊരു ഇതെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നമ്മൾ കൂടുതലും പിന്നെ എന്തെങ്കിലും കണ്ടേക്കുന്നത് ഇതാണല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പല ഓർണമെൻറ്റ്സിലും ചെയ്തിട്ടുള്ളതും നമുക്കിവിടെ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്ന അടുത്ത സെക്ഷനിലേക്ക് വന്നേ. അപ്പോൾ ഇവിടെ കാണുന്നത്, ഇവിടെ കുറേ ബേർഡ്സിൻ്റെ എല്ലാം അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന ബേർഡ്സിൻ്റെ തല, ചുണ്ട്, കൈയും കാലും എല്ലാം അങ്ങനെ പല ഡിഫറെൻറ്റ് ബേർഡ്സിൻ്റെ ഫെതേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കുറേ ബേർഡ്സിൻ്റെ ഇതെല്ലാം ഒറിജിനലി അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്ത പോലെ കുറേ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്.
കുറേ കിളികളുടെ ഉണ്ട്, നമ്മൾ കാണാത്ത കുറേ കിളികളുണ്ട്. അതിൻ്റെ കൈ, കാല്, അങ്ങനെ പല ഷേപ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളെല്ലാം. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു ബേർഡ് സെക്ഷൻ ആട്ടോ കാണാൻ പറ്റുന്നത്. പല ഷേപ്പിലും പല സൈസിലുള്ള ബേർഡ്സിനെ നമുക്കിവിടെ കാണാം. പല കളറിലും ഉണ്ട് കേട്ടോ, കുറേ ടൈപ്പ് ബേർഡ്സ് ഉണ്ട്. നമ്മൾ കാണാത്ത കുറേ ബേർഡ്സിനെ ഇവിടെ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്തെ പക്ഷിയാണ്, അതിൻ്റെ ഫുഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ജീവനുള്ള പക്ഷികളിരിക്കണം, അതുപോലെ ഇരിക്കണം. ഇതുണ്ട്, ഇത് വലിയൊരു മുട്ടയാണ് കേട്ടോ. എലിഫൻറ്റ് ബേർഡ് എഗ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ആനമുട്ട എന്നൊക്കെ പറയില്ല, അതേപോലത്തെ പേരാണത്. മുട്ടയാന്ന് തോന്നുന്നു. അതുണ്ട്, ദേ വേഴാമ്പലുണ്ട്, കുറേ പക്ഷികളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഇങ്ങനെ ഇരിക്കണം കാണാനായിട്ട്. വലിയ വലിയ പക്ഷികളും ഉണ്ട്, കുഞ്ഞിതുണ്ട്. ഇത് അവിടെ നോക്കി കാണാം നമുക്ക്. നമ്മുടെ ഒട്ടക പക്ഷി അവിടെ നിൽക്കുന്നുണ്ട്, അത് നല്ല വലുതാട്ടോ. അതാണ് തോന്നുന്നു ഈ പക്ഷിക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പക്ഷി അവിടെ നിൽക്കുന്നത്, അതാണ്. പിന്നെ നമുക്കൊരു വേറൊരു ആളെ കാണാം, ഇതാണ് ഡോഡോ. നമ്മൾ പണ്ട് പഠിച്ച ഡോഡോ ഉണ്ട് അതിൽ. പരുന്തുണ്ട്, അങ്ങനെ നമുക്കറിയാവുന്ന പക്ഷിയുണ്ട്, അറിയില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു ഡൈനോസേഴ്സിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അവിടെ നമുക്ക് അത് ഇങ്ങനെ ഒച്ച എടുക്കും, നല്ല രസം അത് കാണാനായിട്ട്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതലും നമ്മുടെ ഈ സീ ലൈഫിലുള്ള എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട്. കുറേ ഫോസിൽസ് ഉണ്ട് കേട്ടോ. ഇത് കുറേ ആന്ത്രോപോഡ്സിൻ്റെ സെക്ഷനാണ്. ഈ ഞണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, വോംസ്, അങ്ങനത്തെ കുറേ ആന്ത്രോപോഡ്സാണ് അവിടെയുള്ള കൂടുതൽ കാര്യങ്ങൾ. കുറേ ബേർഡ്, ചീടാന്ന് തോന്നുന്നു, അങ്ങനത്തെ ഡ്രാഗൺ ഫ്ലൈസ്, തേളൊക്കെ ഉണ്ട്, തേള്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. അത് കാണാം നമുക്ക്. പിന്നെ അവിടെ അതിൻ്റെയൊക്കെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കേട്ട് വെക്കാൻ പറ്റും നമുക്ക്, നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ വേംസും അതെല്ലാം ഉണ്ട്. കാറ്റർപില്ലർ, അങ്ങനത്തെ കാര്യങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു വലിയൊരു തേളിരിക്കുന്നുണ്ട്, അതൊരു തേളുടെ ഷേപ്പ് വെച്ചിരിക്കുന്നതാ. ഇതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഞണ്ടാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടെക്സ്ചറും നല്ല ഭംഗി തന്നെ കാണാനായിട്ട്, ഷേപ്സ് ഉള്ള. പിന്നെ ഇതൊരു ഫിഷിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഞണ്ടുകളുണ്ട് അവിടെ. വലുതുണ്ട്, ഇതൊക്കെ വലിയൊരു ഞണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓരോ സെക്ഷനിലും ഓരോ ടൈപ്പ് കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇത് ഷെൽസിൻ്റെ ഒരു അറേഞ്ച്. ഇനിയാണ് കാണാൻ പോകുന്നൊരു കാര്യം. നോക്കട്ടെ, മോള് നോക്കട്ടെ, ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, അതാണ് ബ്ലൂ വെയിലിൻ്റെ ഫോസിലാട്ടോ. അത് നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാനായിട്ട്. അത്രയും വലുതാണ്. ഇതിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇത്രയും വലുതാണ് ബ്ലൂ വെയിലെന്ന്. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ആ ഹോളിൻ്റെ ഒരു പകുതിയല്ല, ഫുള്ള് തന്നെ ഉണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒരു വലിയ സ്ട്രക്ചറാട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ. അത് മുകളിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അവിടെ കുറേ ഫോസിൽസ് ഉണ്ട് അവിടെ. അതേപോലെ ഇത് ഒരു ഡൈനോസറിൻ്റെ ഫോസിലാണ്. ഡൈനോസർ ഇത് ബ്ലൂ വെയിലാണ്. ബ്ലൂ വെയിൽ അതൊരു വലിയ അട്രാക്ഷനാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു എലിഫൻറ്റിൻ്റെ
ഫോസിലാട്ടോ. പിന്നെ ദേ ജിറാഫ് ഉണ്ട്. ദേ ബ്ലൂ വെയിൽ, ഇതാണ് അതിൻ്റെ ഇത് എഴുതിയിരിക്കുന്നത്. ജിറാഫ് ടോളസ്റ്റ് ലിവിങ് ആനിമലാണ് എർത്തിലുള്ള. അതാണ് അതിൻ്റെ ഫോസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പല ഇതും എന്തോ ഫിഷിൻ്റെ എന്തോ ഫോസിലാണ്, പേരെന്താന്ന് മറന്നുപോയി, കിട്ടണില്ല. ഇത് വലിയൊരു ഫോസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റഫ്ഡ് ഇത് വെച്ചിട്ടുണ്ട്, സ്റ്റഫ് ചെയ്ത പോലത്തെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലത്തെ കുറേ മൃഗങ്ങൾ വെച്ചിട്ടുണ്ട്. ദേ ലീച്ചസ്, ബാറ്റാണത്. ബാറ്റ്, പല പല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ആനക്കൊമ്പാട്ടോ, വലിയൊരു ആനക്കൊമ്പ്, ഇത്രയും വലുതാ, ഭയങ്കര വലുത്. പിന്നെ കുറേ കാര്യങ്ങൾ അതിന് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെള്ളത്തിലല്ല, പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ മൃഗങ്ങളുടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ, പല ടൈപ്പ്. നമ്മുടെ കീരി, പല ടൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ടൊരു ഇത് വെച്ചിട്ട് ഹ്യൂമൻ്റെ ബോൺസും ഒരു ഹോഴ്സിൻ്റെ ബോൺസുമാണ്, അതിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ പോലത്തെ വെച്ചിട്ടുണ്ട്. അല്ല, ബോൺസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവിടെ റിബ്സ്, നട്ടല്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പട്ടീൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തുള്ള സ്കൾട്ടനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ ഇതേപോലെ കങ്കാരു ഉണ്ട്, പോളാർ ബിയർ ഉണ്ട്, റെയിൻഡിയർ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറേ അനിമൽസിൻ്റെ സ്റ്റഫ് വെച്ചിട്ടുണ്ട്. രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. മുള്ളമ്പന്നി, സിംഹമുണ്ട്, ചീത്തയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെ, കരടിയുണ്ട്. എല്ലാം നല്ലൊരു എന്താ പറയുക, ഷാർപ്പ് ഐസസിലായിട്ട് എല്ലാം നിൽക്കുന്ന കേട്ടോ. കരടി ഉണ്ട് കേട്ടോ, പോളാർ ബിയറും സാധാ കരടിയും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും ഒറിജിനൽ ഒരു ഫീലാണ് നമ്മൾ ഇതിനെ നോക്കുമ്പം കാണാം. ആ ഹെയർസും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂ സോൺ ആണ് കേട്ടോ. അതിൽ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേ നോക്കി നമ്മുടെ ബ്ലൂ വെയിലാട്ടോ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നെ സ്കൾട്ടനുമാണ് സെൻട്രൽ പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറേ ടൈപ്പ് എന്താ മറൈൻ ലൈഫും എല്ലാം കാണാം കേട്ടോ. കുറേ വെയിൽസും കുറേ ഫിഷസും കുറേ മാമൽസും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ എല്ലാം എന്താ പറയുക, സ്കൾട്ടൻസും ഇതെല്ലാം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് മുതൽ വലിയ ജീവികളുടെ ഓരോ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എവല്യൂഷൻ നടന്നിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ. വലിയ പണ്ടത്തെ എന്താ എലിഫൻറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ കൊമ്പൊക്കെ ഭയങ്കര വലിയ കൊമ്പാട്ടോ, നല്ല നീട്ടുള്ള ആഫ്രിക്കൻ എലിഫൻസിൻ്റെ പോലത്തെ കൊമ്പാണ്, വളഞ്ഞിട്ടുള്ള കൊമ്പുകൾ. പഴയ പക്ഷേ ഇപ്പോഴത്തെ ആനകൾക്ക് ഇങ്ങനത്തെ കൊമ്പുകളില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഇതിൻ്റെ ഫോസിൽസാണ് വെച്ചിരിക്കുന്നത്. മുകളിലും ഇങ്ങനെ കുറേ ഫോസിൽസ് നമുക്ക് കാണാൻ പറ്റും. പല ടൈപ്പ് ഇതുണ്ട്. അതേ എലിഫൻറ്റിൻ്റെ കാലാണ് അത്. പിന്നെ പല ജീവികളുടെ ഫോസിൽസും സ്റ്റഫ് ചെയ്ത് ഇത് സീ ലൈഫ് ഉണ്ട്, മാമൽസിൻ്റെ ഉണ്ട്, ആംബിബിയൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളാണ്. മാമൽസ് എല്ലാമാണ് ഈ സെക്ഷനിൽ, ബ്ലൂ സോൺ സെക്ഷനിലുള്ള കേട്ടോ. ഇതെല്ലാം നമുക്ക് സീഡ് അടിയിലുള്ള നമ്മുടെ കോറൽസ് എല്ലാം ഇല്ലേ, കോറൽ ഫോംസും പല ടൈപ്പ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കോറൽസും ഇതെല്ലാം കാണാനായിട്ട്. പല ഷേപ്പിലൊക്കെയാണ് അതുള്ളത് കേട്ടോ. ശംഖും അങ്ങനത്തെ കുറേ ഷെൽസൊക്കെ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ്
ഉള്ള ഷെൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഷെൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ സീയുടെ അടിയിലുള്ള കാര്യങ്ങളാണ്. പല നമ്മൾ കാണാത്ത കുറേ ഇതുണ്ട്. സ്റ്റാർ ഫിഷ് ഉണ്ട്. അങ്ങനെ അത് ഒരു സെക്ഷനിലാണ് അതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ടോ, ചെറുതായിട്ട്. അവിടെ ഒക്കെ ഇതെന്ത് സംഭവം, ഒരു സാധനം കണ്ടോ, ഉണ്ടല്ലേ. അത് എന്തോ ഒരു കോറൽസിൻ്റെ എന്തോ സംഭവം കേട്ടോ. ഇനി സ്നേക്ക് ഉണ്ട്. ഇതായിട്ടാ മോളിൽ നിന്നുള്ള വ്യൂ. അവിടെ കാണുന്ന നടുക്കാണിത് ബ്ലൂ വെയിലാണ്. അതിൻ്റെ തന്നെ സ്കെൽറ്റൻസ് ആണ്, അതിൻ്റെ ഫോസിൽസ് ആണ് അവിടെ അടുത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ കുറേ ഫോസിൽസ് ഉണ്ട്, കുറേ പലതേ കേട്ടോ. മോളിൽ നിന്നാണ് അത് തൂക്കിയിട്ടിരിക്കണ പോലെയാണ്. നമ്മളത്തെ താഴെ നിന്ന് നോക്കിയാലും മുകളിൽ നിന്ന് നോക്കിയാലും നല്ലൊരു വ്യൂ ആയിട്ടാണ് അവിടെ കാണാം. കുറേ പേര് ഉണ്ട് കേട്ടോ. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് കാണാൻ പറ്റിയെല്ലാം. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ എങ്ങനെയാണ് നമ്മുടെ എവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. പണ്ട് ഉള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതെ, നമ്മുടെ കൊമ്പ്, എലിഫൻറ്റിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല, എന്തോ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇതിങ്ങനെ തന്നെത്താനെ മൂവ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഇത് നോക്കി കാണാം. അതിങ്ങനെ ചെന്ന് അവിടെ മുട്ടും. ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. എന്തോ ഒരു റിയാക്ഷൻ അതിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേ എന്താ പറയുക, മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഫോസിൽസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഫിഷും ആംബിയൻസും റെപ്റ്റൈൽസും എല്ലാം അക്വാട്ടിക് സെക്ഷൻസും ലാൻഡ് ആനിമൽസ് എല്ലാം ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് കുറേ ബട്ടർഫ്ലൈസിൻ്റെയും കുറേ ഇതിൻ്റെ എല്ലാം സെക്ഷനാണ്. അങ്ങനെ പല ടൈപ്പ് സെക്ഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല രസമാണ്. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഫുൾ ഡേ കാണാൻ പറ്റുന്നൊരു ഇതാട്ടോ. അത് ഇപ്പം അടുത്ത് വന്നപ്പോൾ വീണ്ടും കുറേ ബേർഡ്സിൻ്റെ സെക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ബേർഡ്സിൻ്റെ ഫോസിൽസ്, അതുപോലെ പല ടൈപ്പ് ബേർഡ്സ് ഉണ്ട് അവിടെ. ബേർഡ്സും ആനിമൽസും മാമൽസും ഡൈനോസേഴ്സും. നമ്മുടെ പീക്കോക്കിൻ്റെ ഉണ്ട് കേട്ടോ. പീക്കോക്ക്, കുറേ കാര്യമുണ്ട്. കോഴി, ഹെന്നൊക്കെ ഉണ്ട് കേട്ടോ. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെൻസ്. ഇതാണ് സെൻട്രൽ ഹാള്. സെൻട്രൽ ഹാളിലാണ് നമ്മുടെ ബ്ലൂ വെയിലിൻ്റെ സ്കെൽറ്റൺ ഉള്ളത്. വലിയ സ്കെൽറ്റൺ, എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ഡൈനോസേഴ്സ്, ബ്ലൂ വെയില്, കുറേ ആനിമൽസിൻ്റേത്, ബേർഡ്സ്, കുറേ കാണാനുണ്ട്. നമ്മളിത് ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ട് നമ്മളിന്ന് പോവുകയാണ്. എന്നാലും കുറേ കാണാനുണ്ട്. കുറേ മിസ്സായെന്ന് തോന്നുന്നു ഉള്ളിലെല്ലാം, കാരണം ഇത് ക്ലോസ് ചെയ്യുന്ന ടൈമായി. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.